ഹായ് എവ്രി വൺ, വിസ്ഡം ഓഫ് മൈൻഡിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയിലാണോ? എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ആവശ്യമുള്ളവരിലേക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇത്ര നാൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, നമ്മൾ ആരാധനാലയങ്ങളിൽ പോയി നമ്മളവിടെ നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം അവിടെ പറഞ്ഞ് നമ്മൾ ഭാരമിറക്കി വെച്ച് നമ്മളെല്ലാം തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. ഇത്ര നാൾ നമ്മൾ കണ്ടുപോരുന്നത് അങ്ങനെയാണ്. അവിടെ നമ്മൾ സങ്കടങ്ങളെല്ലാം പറയാനുള്ളൊരു സ്ഥലമാക്കി വയ്ക്കുന്ന ഒരുപാട് മനസ്സിന് വിഷമം വരുമ്പോൾ നമുക്കെപ്പോഴും ഭഗവാനാണ് ഒരു ആശ്രയം അല്ലേ. നമ്മൾ എല്ലാവരും ഇത് ചെയ്തിട്ടുള്ളതാണ്. നമ്മളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഈശ്വരൻ്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു രീതിയുണ്ട്. നമുക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മാത്രമല്ല നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് പറയേണ്ടത്, നമ്മളെ സന്തോഷങ്ങൾ, നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ. അപ്പം ഇതുവരെ എനിക്ക് തന്ന അനുഗ്രഹങ്ങളിലേക്ക് ഒന്ന് നോക്കിയിട്ട് എല്ലാത്തിനും നന്ദി പറയണം ഭഗവാൻ്റെ അടുത്ത്. ഈശ്വരൻ്റെ അടുത്ത് ആ അമ്പലത്തിലായിട്ടും പള്ളിയിലായാലും എവിടെ ഇരുന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇതുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എങ്കിലേ നമ്മുടെ പ്രാർത്ഥന പൂർണ്ണമാവുകയുള്ളൂ. നമ്മൾ ഇതുവരെ പഠിച്ചു വന്നാൽ നമ്മുടെ സങ്കടങ്ങൾ കൂടുതൽ വരുമ്പോൾ അമ്പലത്തിൽ പോകുന്നൊരു പ്രവണത അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നൊരു പ്രവണത ഒക്കെ കൂടുതലായിട്ടുണ്ട് മനുഷ്യർക്ക്. സങ്കടങ്ങൾ വരുമ്പോൾ മാത്രമേ, പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ ഈശ്വരനെ ഓർക്കാറുള്ളൂ. ഒരിക്കലും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാറുമില്ല. നല്ല അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഈശ്വര പ്രാർത്ഥനയ്ക്ക് മടിയാണ്. നീക്കി വെക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈശ്വര പ്രാർത്ഥന അല്ലേ. നമ്മൾ ഇന്നിപ്പം വിളക്ക് കത്തിക്കേണ്ട, എന്തെങ്കിലും ഒരു സമയക്കുറവുണ്ടെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ വിളക്ക് കത്തിക്കേണ്ട, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നാമം ജപിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ന് അമ്പലത്തിൽ പോകണ്ട, അല്ലെങ്കിൽ ഇന്ന് പള്ളിയിൽ പോകണ്ട. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ നീട്ടി വെക്കാനൊരു കാര്യക്കട അവിടെ ആരും ചോദിക്കുന്നില്ല. എന്താ വരാനിയെന്ന് ഈശ്വരൻ വന്ന് നമ്മളോട് നേരിട്ട് ചോദിക്കുന്നില്ലല്ലോ. അപ്പം നമ്മൾ അങ്ങനെ നീട്ടി വെക്കുന്നതല്ല. ഒരു നല്ല സമയത്ത് നമ്മൾ ഇതൊക്കെ എങ്ങനെ നീട്ടി വെക്കും. ഒരു മോശം സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വീണ്ടും ഭഗവാനെ ഓർക്കും, ഭഗവാനെ മുമ്പിൽ ചെല്ലുന്നു, സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം അങ്ങോട്ട് ഭഗവാനെ സമർപ്പിക്കുന്നു, നമ്മൾ തിരിച്ചു പോരുന്നു. പിന്നെ നമ്മളൊരു വഴിപാട് ഡ്രസ് ഇതൊക്കെ എഴുതി വഴിപാടൊക്കെ നടത്തുമ്പോൾ നമ്മൾ വിചാരം ശരി, ഭഗവാൻ ഇനി എല്ലാം നോക്കിക്കോളും, ഇനി എനിക്കൊരു പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറേ നാൾ മുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ചത് കേട്ടോ. വഴിപാടൊക്കെ ചെയ്യുന്നു, നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, മനസ്സുകൊണ്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനി ഭഗവാൻ ബാക്കി എല്ലാം അങ്ങ് നോക്കിക്കോളും എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. പിന്നെ പല പല പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ, ചേട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, പിന്നെന്താ ഇങ്ങനെ വരുന്നത്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, ഞാൻ വഴിപാടുകൾ ചെയ്തു, പ്രാർത്ഥിച്ചു, ഒക്കെ ചെയ്തില്ലോ, ഞാൻ എല്ലാ മാസം അമ്പലത്തിൽ പോയി തൊഴുത് ഭഗവാനെ കണ്ടു, എന്നിട്ട് എന്ത് പറ്റി വീണ്ടും എനിക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെ വീണ്ടും വരുന്നു എന്നുള്ള ചോദ്യം ബാക്കിയായി. അങ്ങനെ ഒരുപാട് ചോദ്യത്തിനുള്ളിൽ ഒടുവിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നന്ദി പറച്ചിലാണ്. നന്ദിയാണ് നമ്മുടെ പ്രാർത്ഥന. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിലും എളിമയിലും നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. അമ്പലങ്ങളിൽ പോകണം, പള്ളികളിൽ പോകണം, ഒരു കയ്യിൽ നമ്മൾ ഈശ്വരനെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കണം, മറുകൈ നമ്മൾ ആരെയും മുറുകെ പിടിക്കേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, ആറ്റിറ്റ്യൂഡ്, ഇതാണ് ഒരു കയ്യിൽ മുറുകെ പിടിക്കേണ്ടത്. ഒരു കയ്യിൽ ഈശ്വരനെ മുറുകെ പിടിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇനി മുതൽ പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ സങ്കടങ്ങളുടെ പാണ്ടക്കെട്ടുകൾ ഇറക്കി വയ്ക്കാതെ നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ, നമുക്കിനി എന്താണ് ലൈഫിൽ വേണ്ടത്, എനിക്കൊരു സന്തോഷവും സമാധാനവുമുള്ള ഐശ്വര്യവും സർവ്വ ഐശ്വര്യങ്ങളുമുള്ള ഒരു ഐരാരോഗ്യമുള്ള ഒരു സമാധാനമുള്ളൊരു സന്തോഷമുള്ളൊരു കുടുംബ ജീവിതം തന്നതിന് എൻ്റെ ജഗദീശ്വരന് നന്ദി. അപ്പം നമ്മൾ ഇപ്പം അങ്ങനെ ഒരു ലൈഫിലല്ല ജീവിക്കുന്നതെങ്കിൽ പോലും പോകെ ഈ നന്ദി പറച്ചിൽ അങ്ങോട്ട് ചെല്ലുന്നതോ പോകെ നമ്മൾ ആ ഒരു ലൈഫിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇന്നിപ്പോൾ പ്രാർത്ഥിച്ച് നാളെ എത്തും എന്നല്ല കേട്ടോ. നിരന്തരമായി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് നമ്മളുടെ ആഗ്രഹങ്ങളാണ് നമ്മൾ പറയുന്നത്. എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ എൻ്റെ ഭഗവാന്, എന്നെ നീ ഓരോ നിമിഷവും കൈവെള്ളയിൽ നീ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി, നിൻ്റെ ഒരു അരുമയായ കുഞ്ഞായി എന്നെ നീ സ്വീകരിച്ചതിന് നന്ദി.
അങ്ങനെ എല്ലാ 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 അനുഗ്രഹങ്ങളും ഓരോ സാധനം, ഒരു പേനയെങ്കിലും നമ്മൾ മേടിച്ച്, അല്ല ഭഗവാനെ എനിക്ക് പേന മേടിക്കാൻ നീ പൈസ തന്നതിന് നന്ദി. നമ്മൾ ഈ ഈശ്വരൻ്റെ അടുത്ത് എനിക്ക് പൈസ ഇല്ല, അങ്ങനെയില്ല, എനിക്ക് അതാണ്, കടമാണ്, ബാധ്യതയാണ് എന്നൊക്കെ പോയി പറയും. പക്ഷെ അതൊന്നും പറയരുത്. ഈശ്വര, എനിക്കിപ്പം ഈ അമ്പലത്തിൽ വരാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ, എനിക്കൊരു മൊബൈലുണ്ടല്ലോ, എനിക്ക് വീട്ടിൽ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ എനിക്കൊരു വീടുണ്ടല്ലോ, അപ്പോൾ ഇതിനെല്ലാം നമ്മൾ നന്ദി പറയും. എനിക്ക് ഇത്രയും സുഖസൗകര്യങ്ങൾ തന്നാൽ, ഇതൊന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈശ്വരൻ ഇത്രയും സുഖസൗകര്യങ്ങൾ എനിക്ക് തന്നതിനെല്ലാം ഞാൻ നന്ദി പറയും. അപ്പം നമ്മൾ നന്ദി പറയുന്നതനുസരിച്ച് നമുക്ക് നമ്മളിലേക്ക് ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഭഗവാൻ ചുരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊരു പരീക്ഷണമല്ലട്ടോ, ഇത് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുങ്ങൾ ഒരു ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്ര നാളും ഒരു ഈശ്വര പ്രാർത്ഥനയൊന്നും ഇല്ലാതെ നടന്ന ഒരാളാണ് ഒരു വ്യക്തി, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും കുറച്ച് അറിവുകളൊക്കെ കിട്ടി അദ്ദേഹം ഈശ്വരനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ആ കുട്ടി ഈശ്വരനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിരുത്സാഹപ്പെടുത്തരുത്. നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിലൊരു പ്രവണതയുണ്ട്, അയ്യോ അങ്ങനെ ചെയ്യരുത്, ഈശ്വരനെ കൂടുതലായിട്ട് വിളിച്ചാൽ പ്രശ്നമാണ്, ഈശ്വരൻ പിന്നെ പരീക്ഷിക്കും. ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഈശ്വരനിൽ എത്രത്തോളം നമ്മൾ അർപ്പിച്ച് ജീവിക്കുന്നു അത്രയും നന്മയും നമ്മൾക്കുണ്ടാകും, അത്രയും നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാകും. ആരെയും നിരുത്സാഹപ്പെടുത്താതെ നമ്മളിപ്പം, ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഞങ്ങളെ അമ്മയൊക്കെ പറഞ്ഞിട്ട്, നമ്മളിപ്പം ഒരു 2-3 മാസം അടുപ്പിച്ച് അമ്പലത്തിൽ പോയെന്ന് വെച്ചാൽ, എല്ലാ മാസവും അടുപ്പിച്ച് അമ്പലത്തിൽ, നേരത്തെ കുഞ്ഞിലെ കാര്യമാണേ, അമ്പലത്തിൽ പോയി. പിന്നെ നമ്മൾ കുറച്ച് നാൾ അമ്പലത്തിൽ പോയില്ല, കുറച്ച് മാസം, എല്ലാ മാസം 1-ാം തീയതി നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതു. അപ്പം നല്ലൊരു ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അമ്പലത്തിൽ പോയില്ല. അപ്പോൾ ഉടനെ ഞങ്ങളെ അമ്മ പറയും, പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പോയതുകൊണ്ടാണ്, പോയിട്ട് പിന്നെ പോകാതിരുന്നാൽ കുഴപ്പമാണ്. ശരിക്കും അതായിരുന്നു പ്രശ്നം. ഇത്രയും വളർന്ന് കുറേ അറിവുകൾ നേടിയപ്പോഴാണ് മനസ്സിലായി. അപ്പം അന്ന് നമ്മൾ എന്തോ വിചാരിക്കുന്നേ, പോയാൽ എന്തോ പ്രശ്നം, പോയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ ആ ചിന്ത ഒരു ബ്ലോക്കിംഗ് ബിലീഫ്സായിട്ട് നമ്മുടെ ഉള്ളിലെങ്ങും പതിഞ്ഞു ആ കുഞ്ഞിനെ. പക്ഷെ വളർന്നതിന് ശേഷം പല പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പോയ സമയത്ത് നമുക്ക് ഐശ്വര്യം ലഭിച്ചത്, നമ്മൾ പോയതിൻ്റെ ഐശ്വര്യമാണ് നമുക്ക് ലഭിച്ചത്. പോകാത്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നെങ്കിൽ നമ്മൾ ചെല്ലുന്നില്ല, അപ്പം നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നില്ല, വീട്ടിൽ ഇരുന്ന് പോലും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, ഒരു നാമജപം നടത്തുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വന്നത്. അല്ലാതെ അവിടെ ചെന്നു പിന്നെ ചെല്ലാതെ കാണാഞ്ഞപ്പോൾ പരീക്ഷിച്ചു, അങ്ങനെ ഒന്നും ഈശ്വരൻ ചെയ്യില്ല. നിങ്ങൾ വിചാരിക്കും അയ്യോ ഈശ്വരൻ നമ്മളെ പരീക്ഷിക്കും, ഒരിക്കലും ഇല്ല. ഈശ്വരൻ്റെ അരുമയായ കുഞ്ഞാണ് നമ്മളെല്ലാവരും. ഈശ്വരന് എല്ലാ ജീവജാലങ്ങളും ഒരേപോലെയാണ്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ സന്തോഷം ഈശ്വരനായിട്ട് പങ്കുവയ്ക്കുക. ഇനിയും കൂടുതൽ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അങ്ങ് ചിന്തിക്കുക, നമ്മൾ ഇതല്ല, നമുക്ക് വേണ്ടുന്നത് എന്തോ അതൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് ഭഗവാനെ ഒപ്പിച്ചിട്ട്, എല്ലാം എനിക്ക് തന്നതിന് നന്ദി എന്ന് പറയുമ്പോൾ ഭഗവാൻ വിചാരിക്കും, ദൈവമേ ഇവയ്ക്ക് എന്ത് നന്ദി എല്ലാത്തിനും. അല്ലെങ്കിൽ ഈ ഇവന് ഒരു മെയിലാണെങ്കിൽ അങ്ങനെ, ഫീമെയിലാണെങ്കിൽ ആ രീതി എടുക്കണം കേട്ടോ. ആൾക്ക് എന്തൊരു നന്ദി എന്നോട്, ഞാൻ എന്ത് കൊടുത്താലും എന്നോട് നന്ദിയാണ്. അപ്പോൾ അവൾക്ക് അയാൾക്കിനി വാരിക്കോരി ഭഗവാൻ കൊടുക്കും, ആ വ്യക്തിക്ക് വാരിക്കോരി കൊടുക്കും. ഞാൻ എത്ര കൊടുത്താലും നന്ദിയും സ്നേഹവും സന്തോഷവും എല്ലാം വന്ന് എന്നോട് പറയുന്ന ആൾക്ക് ഭഗവാൻ വീണ്ടും ഒരുപാട് ഐശ്വര്യങ്ങൾ വാരിക്കോരി കൊടുക്കും. ഒന്നിനോടും പറയാം. ഇപ്പം ചിലപ്പം ജീവിതമാകുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരും. കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വളരില്ല. നമുക്ക് ഈ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഇല്ലെങ്കിൽ നമ്മൾ വളരുമോ? ഇല്ല. എന്നും നമുക്ക് സന്തോഷം. അപ്പം നമുക്കൊരു ബോറടിച്ച് തുടങ്ങും നമ്മുടെ ജീവിതം. പക്ഷെ നമ്മൾ ചില പ്രശ്നഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി, അവിടുന്ന് അടുത്ത ഘട്ടം ചാടിക്കടന്നു. അപ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ അടുത്ത പ്രശ്നങ്ങളിലേക്ക് ചെന്നു, ഇത് ചാടിക്കടന്നു. അപ്പോഴെല്ലാം നമ്മൾ കരുത്തരായിക്കൊണ്ടിരിക്കുക. ഓരോ പ്രശ്നങ്ങളിൽ നമുക്കൊരു പാഠം കിട്ടുകയാണ്. അവിടെ തളർന്നു പോകുന്നവൻ തളർന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ പഠിച്ച ആ പാഠം എടുക്കുക, സിറ്റുവേഷൻ അവിടെ കളയുക, ഈശ്വരനിലേക്ക് പൂർണ്ണമായി അർപ്പിക്കുക. പോസിറ്റീവ്, എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഈശ്വരൻ്റെ കൈകളിൽ സുരക്ഷിതനാണ് എന്നൊരു ചിന്ത നമ്മൾക്ക് മനസ്സുറപ്പിച്ചുണ്ടെന്നുണ്ടെങ്കിൽ, ആത്മവിശ്വാസം, ഉറച്ച വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് പ്രാർത്ഥന. അത് നമ്മൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതി. പക്ഷേ ഈ അമ്പലങ്ങളിൽ പോവുകയും പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരുപാട് പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ചൈതന്യം, നമ്മുടെ വീടുകളെ പോലെയല്ലല്ലോ അമ്പലങ്ങളിലും പള്ളികളും ഒക്കെ പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുക. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനായാലും ആ ഒരു സുഗന്ധം,
ചന്ദനത്തിരിയുടെയും ആ കുന്തിരിക്കത്തിൻ്റെയൊക്കെ ഒരു സുഗന്ധം ഇങ്ങനെ നമ്മളടിക്കുമ്പോൾ നമുക്ക് ഒരുപാടൊരു ഹീലിംഗ് പ്രോസസ്സ് പോലെ നമ്മൾ ഒരുപാട് മൈൻഡ് കാമാൻ ക്വയറ്റാവും. അപ്പോൾ ഒരു അമ്പല ദർശനവും പള്ളിപ്പൊക്കെ ഒന്നും മുടക്കരുത്, എല്ലാം നമ്മൾ ചെയ്യണം. അമ്പലത്തിൽ ഇപ്പോൾ ഒരു വഴിപാട് ചെറിയൊരു അർച്ചനയെങ്കിലും നടത്തി ഭഗവാന് ഒരു നിവേദ്യമൊക്കെ കൊടുത്ത് അത് നമുക്ക് വീട്ടിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പം വെച്ചടി നമ്മളെ ഉയർത്തി ഭഗവാൻ ഓരോ ദിവസവും നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഇന്നിങ്ങോട്ട് ചെയ്തിട്ട് നാളെ എനിക്ക് റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. ഈ ഭഗവാൻ നമ്മളെ ഇങ്ങനെ ഓരോ ഘട്ടവും ഇങ്ങനെ ഇവനെ ഉറച്ച വിശ്വാസമാണോ എന്നിങ്ങനെ നോക്കി നമ്മളെ അവിടെ രക്ഷപ്പെടുത്തിയിരിക്കുക. എൻ്റെ അനുഭവമാണ് കേട്ടോ. ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് ഇത് പറയാൻ എന്നെ പ്രാപ്തയാക്കിയത് എൻ്റെ അനുഭവങ്ങളും ഞാനിങ്ങനെ ഓരോ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കും. പഠിച്ച് എന്താണ് അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ചിന്തിച്ചെടുത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണിത്. നമ്മൾ ആ ലൈഫ് കോച്ചിങ്ങിലും കൂടെ ചെല്ലുമ്പോൾ നമുക്കിത് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഇത് എന്താണ്, നമ്മൾ എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണമായും മനസ്സിലാകും അവിടെ ചെല്ലുമ്പോൾ. നമ്മൾ പിന്നെ ആ ഒരു പോസിറ്റീവിൽ തന്നെ ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ പോസിറ്റീവിൽ ആ ഫ്രീക്വൻസിയിൽ ആ അലൈൻമെൻറ്റ് ജീവിക്കാൻ തുടങ്ങിയാൽ എപ്പോഴും സന്തോഷം, സമാധാനം. ഏത് സിറ്റുവേഷൻ വന്നാലും നമ്മളെ തളർത്താൻ ആർക്കും പറ്റില്ല. നമ്മളെ തളർത്താൻ ലോകത്ത് നമുക്ക് മാത്രമേ പറ്റൂ. നമ്മൾ തളരത്തില്ല എന്നൊരു തീരുമാനം എടുത്താൽ പിന്നെ നമ്മളെ തളർത്താൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. അപ്പോഴില്ല ഈശ്വരൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത്, പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ നന്ദി പറച്ചില്ലേ. എന്നും രാവിലെ എണീക്കുമ്പോൾ നന്ദി പറയൂ, ഈശ്വരനോട് തന്നതിനെല്ലാം നന്ദി പറയൂ. ഉറങ്ങാൻ പോകുമ്പോഴും ആ നന്ദി പറച്ചിലോടുകൂടി ഉറങ്ങും. ഒരു വിളക്ക് കത്തിച്ച് ഒരു നാമജപം, അത് മുടങ്ങാതെ ഏതെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും ഒരു നാമജപത്തിന് വേണ്ടി അതിനുള്ള സമയവും കണ്ടെത്തണം നിങ്ങൾ കേട്ടോ. എന്നിട്ട് പോസിറ്റീവ് ചിന്താഗതിയുണ്ട് നന്ദി പറഞ്ഞ് ജീവിച്ചു നോക്കും. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും, വേറെ ആരെയും നോക്കണ്ട, ആരെയും നമ്മൾ കമ്പയർ ചെയ്യണ്ട. നമ്മളിൽ തന്നെ നോക്കുക, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക, എല്ലാവരും ഉയർച്ചയിലും നമ്മൾ സന്തോഷിക്കുക. അപ്പോൾ നമ്മളിലേക്കും സന്തോഷവും സമാധാനവും വന്നു ചേരും. അപ്പോൾ എൻ്റെ ലൈഫ് കോച്ചിങ്ങിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഏപ്രിൽ 2-ന് പുതിയ ബാച്ച് ആരംഭിക്കുന്നതാണ്. കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ പിൻ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും. അപ്പം അതിലൊരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഒരു പേഴ്സണൽ ഒരു സെക്ഷൻ എടുക്കണമെങ്കിൽ അതും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെയും സമ്പദ് സമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.